ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായത് എന്താണോ അതിനെ അറിഞ്ഞാൽ ദേഹം ഒരു നാൾ ജഡമായി മാറുന്ന കാഴ്ച നാം കാണാറുണ്ടല്ലോ. ശരീരത്തിന് ചലിക്കാനോ ശ്വാസമോ ഇല്ലാത്ത ഒരവസ്ഥ. ആ അവസ്ഥയ്ക്ക് നാം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്രകാരം ജഡം ജീർണിച്ച് നശിക്കുന്നതിന് മുമ്പേ ഏതൊന്നാണോ ഈ ദേഹത്തെ നിലനിർത്തിക്കൊണ്ടിരുന്നത് അതാണല്ലോ ഈ ദേഹത്തിന് ആധാരമായിരിക്കുന്നത്. അതിനെയാണ് നാം അറിയേണ്ടത്. ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. ഓതവും ബ്രോതവുമാണി വീടെല്ലാം, ഓരോ അണുവിലും ചേതനസ്പന്ദം. എത്ര സത്യമായി നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കി തരുന്നു ഈ സുഭാഷിതത്തിൽ കൂടി. ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ, ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ശരീരത്തിന് ആധാരമായി ഏതോ ഒരു ശക്തിയുണ്ട് എന്നതിൻ്റെ തെളിവാണ് മരണശേഷം ഉള്ള അവസ്ഥ. മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹത്തെ നിലനിർത്തിയിരുന്ന ഏതോ ഒന്ന് അതിൽ നിന്നും വിട്ടുപോകുന്നു. അപ്പോൾ ഈ ദേഹം ഇവിടെ ജഡമായി കാണുകയും അത് ജീർണിച്ച് നാശോന്മുഖമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ദേഹത്തിനാധാരമായി ഒന്നുണ്ട്. അതെന്താണ് എന്ന് നാം അന്വേഷിച്ചിട്ടുണ്ടോ? ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ, ഈ ദേഹത്തിന് അവലംബമായി ആധാരമായി എന്താണോ അതിനെ അറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയും. ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഈ ദേഹത്തിനും ആധാരമായിരിക്കുന്നത്. ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. ഓതവും ബ്രോതവുമാണി വീടെല്ലാം. ഒരു വസ്ത്രം നാം നെയ്തെടുക്കണമെങ്കിൽ ഒരു വസ്ത്രത്തിൻ്റെ നൂലുകളെ നോക്കിയാൽ അതിന് 2 തരം നൂലുകളാണ്. ഒന്ന് നേരെ കുത്തനെയും മറ്റേത് വിലങ്ങനെയും. അതിനാണ് ഓതവും പ്രോതവും എന്ന് പറയുന്നത്. 2 തരം നൂലുകൾ നെയ്യുമ്പോഴാണ് ഒരു വസ്ത്രം രൂപാന്തരപ്പെടുന്നത്. അതിന് ഓതവും പ്രോതവും. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കൾക്കും ഈ ഓതവും പ്രോതവുമുണ്ട്. ഒന്ന് ജഡവും മറ്റേത് ചൈതന്യവും. ജഡവും ചൈതന്യവും ഓതവും പ്രോതവുമായി പരസ്പരം ഇടകലർന്നാണ് ഈ സർവ ഇന്ദ്രിയഗോചരമായ വസ്തുക്കളെല്ലാം. അതിൽ ചൈതന്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ ജഡമായിരിക്കുന്ന പ്രകൃതി വസ്തുക്കളെ കാണാൻ സാധിക്കും. ഈ കാണാൻ സാധിക്കുന്ന വസ്തുവാണ് സത്യം എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കാണാൻ കഴിയാത്തത് ഇല്ലാത്തതാണ് എന്നും ധരിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ധാരണ ശുദ്ധമായ അബദ്ധമാണ്. ഇവിടെ ശാശ്വതമായിട്ടുള്ളത് കാണാൻ കഴിയാത്ത ആ ചൈതന്യമാണ്. അതിൻ്റെ രൂപാന്തരമായിരിക്കുന്ന ഇന്ദ്രിയഗോചരമായ വസ്തുക്കൾ ശാശ്വതമല്ലാത്തതാണ്, ക്ഷണികമാണ്. അത് അല്പകാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിൽ നിന്ന് ശാശ്വതമായ സുഖം നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. അതിനെ നാം ജഡം എന്ന് പറയുന്നു. ആ ജഡവും ചൈതന്യവും ചേർന്നിട്ടാണ് ഈ പ്രകൃതിയിലെ
സർവ പ്രതിഭാസങ്ങളും. അതാണ് ഓതവും പ്രോതവുമാണി വീടെല്ലാം. ചൈതന്യമായിരിക്കുന്ന അതിൻ്റെ രൂപാന്തരമാണ് ജഡമെന്ന് പറയുന്നത്. ആ ജഡത്തെ ചേഷ്ടിപ്പിക്കണമെങ്കിൽ ആ ചൈതന്യം കൂടിയേ കഴിയൂ. ഇവ രണ്ടും ചേർന്നതാണ് ഈ പ്രകൃതിയിലെ സർവപ്രതിഭാസങ്ങൾ. എന്നാൽ ആ ചൈതന്യത്തിന് സ്വയമേവ നിലനിൽക്കാൻ ജഡവസ്തുവിൻ്റെ ആവശ്യമേ ഇല്ല. എന്നാൽ ജഡവസ്തു നിലനിൽക്കണമെങ്കിൽ ചൈതന്യം കൂടിയേ കഴിയൂ. ചൈതന്യത്തിന് കാരണമെന്നും ഈ ജഡവസ്തുക്കൾക്ക് കാര്യമെന്നും പറയുന്നു. കാരണത്തിന് കാര്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. എന്നാൽ കാരണം രൂപാന്തരപ്പെട്ടാണ് കാര്യമായി പരിണമിച്ചത്. കാര്യത്തിന് ആ കാരണമില്ലാതെ നിലനിൽപ്പില്ല. ഇതുപോലെ വൈദ്യുതി ഇല്ലാതെ വെളിച്ചത്തിന് പ്രകാശിക്കാൻ സാധിക്കുകയില്ലല്ലോ. വെളിച്ചം, അതായത് ബൾബിലൂടെ, വൈദ്യുതി ബൾബിലൂടെ വരുമ്പോഴാണ് പ്രകാശമായി വരുന്നത്. പ്രകാശം ഇല്ലാതെയാകുമ്പോഴും വൈദ്യുതി ഇല്ലാതെയാകുന്നില്ല. എന്നാൽ പ്രകാശത്തിന് വൈദ്യുതി കൂടിയേ കഴിയൂ. വൈദ്യുതി ഇല്ലെങ്കിൽ പ്രകാശമേ ഇല്ല. എന്നാൽ പ്രകാശം ഇല്ലാതെയായാലും വൈദ്യുതി നിലനിൽക്കുന്നു. വൈദ്യുതിക്ക് പ്രകാശത്തിൻ്റെ ആവശ്യമേ ഇല്ല നിലനിൽപ്പിന്. അപ്രകാരം ആ ചൈതന്യമായിരിക്കുന്ന ഈശ്വരൻ ആണ് ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായിരിക്കുന്നത്. അതില്ലാതെ ഈ പ്രപഞ്ച വസ്തുക്കൾ ഒന്നും നിലനിൽക്കുകയില്ല. ബോധവും പ്രോതവും പോലെ ആ സത്തും അസത്തും, അല്ലെങ്കിൽ ചൈതന്യവും ജഡവും പരസ്പരം കൂടിച്ചേർന്നതാണ് ഇന്ദ്രിയഗോചരമായവ എല്ലാം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി മാറിയിരിക്കുന്നത് അതിൻ്റെ രൂപാന്തരം മാത്രമാണ്. ഇവ ഇല്ലെങ്കിലും അത് നിലനിൽക്കുന്നു. എന്നാൽ അതിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇവയ്ക്ക് നിലനിൽപ്പില്ല. വൈദ്യുതി ഇല്ലെങ്കിൽ പ്രകാശം ഇല്ലാത്തതുപോലെ. പ്രകാശം ഇല്ലെങ്കിലും പ്രകാശം ഇല്ലാതെയാകുന്നത് എപ്പോഴാണ്? ബൾബിന് തകരാറ് സംഭവിക്കുമ്പോൾ. ബൾബ് കത്തിയാൽ മാത്രമേ പ്രകാശം ഉണ്ടാകൂ. ബൾബിന് എന്തെങ്കിലും തകരാറ് വന്നാൽ വൈദ്യുതിക്കൊന്നുമില്ല. വൈദ്യുതിക്ക് ബൾബിൻ്റെയോ പ്രകാശത്തിൻ്റെയോ ആവശ്യമില്ല. അത് സ്വയമേവ നിലനിൽക്കുന്നതാണ്. അതുപോലെ ആ പരമാത്മാവ് സ്വയമേവ നിലനിൽക്കുന്നതാണ്. അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അതില്ലെങ്കിൽ ഇവയ്ക്ക് നിലനിൽപ്പില്ല. അതിനാൽ നാം അതിനെയാണ് ആശ്രയിക്കേണ്ടത്. അതിനെ അറിയാത്ത കാലം വരെ ഇതിനെ ആശ്രയിക്കുന്നു. ഇന്ദ്രിയഗോചരമായിരിക്കുന്ന സർവവസ്തുക്കളുമാണ് സത്യമെന്ന് ഭ്രമിച്ച് ഇതാണ് തനിക്ക് സുഖവും സുരക്ഷയും തരുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഇതിനെ തന്നെ ആശ്രയിച്ചു കൊണ്ടേ കഴിയുന്നു. ഒരിക്കലും ആ വ്യക്തിക്ക് സ്വസ്ഥതയോ സമാധാനമോ കിട്ടുകയില്ല. എന്നാൽ ശാശ്വതമായ പരമാത്മാവിനെ ആശ്രയിക്കുന്നവർ എന്നെന്നും സുഖികളും സുരക്ഷിതരുമാകുന്നു. ആ സുഖവും സുരക്ഷയുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ദേഹത്തിനാധാരം എന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരം എന്തെന്നറിയും. ഓതവും പ്രോതവുമാണി വീടെല്ലാം, ഓരോ അണുവിലും ചേതനസ്പന്ദം. ഓരോ അണുവിലും ഓരോ സെല്ലിലും ചേതനയായി സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. അതില്ലെങ്കിൽ ഇത് ഇല്ല, ഇതിന് നിലനിൽപ്പില്ല. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്
എന്ന് നാം ബോധിക്കേണ്ടിയിരിക്കുന്നു. ആ പരമചൈതന്യത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും കാണാൻ കഴിയാത്ത അതാണ് കാണാൻ കഴിയുന്ന ഇവയെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും സൂക്ഷ്മ അവ്യക്തതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് അതാണ്. അതിനെ ആശ്രയിക്കുക. അതിനാണ് നാം ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്. ആ ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. അതില്ലെങ്കിൽ നിലനിൽപ്പില്ല. നാം എന്ന് പറയുന്ന ആ പരമചൈതന്യം നിരന്തരം അതിനെ തന്നെ വിചാരം ചെയ്യുമ്പോൾ അതും നമ്മളും ഒന്നായിത്തീരും. ഈ ജഗത് പദാർത്ഥങ്ങളെല്ലാം അനുനിമിഷം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. ആ പരമസത്യമാണ് നാം ബോധിക്കേണ്ടത്.